ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ സേവനത്തിന് 4 വിദേശ രാജ്യങ്ങളിൽ നൽകിയ പുതിയ കരാറുകൾ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. UAE-യിലെയും കുവൈറ്റിലെയും പ്രവാസി മലയാളികൾ വലിയ പ്രതീക്ഷയിലാണ് കോടതി വിധിക്കായി കാത്തിരിക്കുന്നത്. UAE, കുവൈറ്റ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കാണ് പുതിയ കരാർ നൽകിയിരുന്നത്. നിലവിലെ സേവനദാതാക്കളായ BLS, SGIVS തുടങ്ങിയ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിരുന്നു. UAE-യിൽ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിനും കുവൈറ്റിൽ ഡു ഡിജിറ്റലിനുമാണ് കരാർ ലഭിച്ചത്. എന്നാൽ ടെൻഡർ നടപടികളിൽ പങ്കെടുത്ത ട്രാവ്ടെക്, വെരാസിസ് എന്നീ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ടെൻഡർ നടപടികളിൽ സുതാര്യതയില്ല, ചില കമ്പനികളെ സഹായിക്കുന്ന വിധത്തിൽ മാർക്ക് നൽകി തങ്ങളുടെ അയോഗ്യത എന്താണെന്ന് ബോധ്യപ്പെടുത്തിയില്ല തുടങ്ങിയവയായിരുന്നു പരാതി. കരാറുകൾ റദ്ദാക്കിക്കൊണ്ട് ഈ മാസം 15-ന് വിധി പുറപ്പെടുവിച്ച ഡൽഹി ഹൈക്കോടതി 1 മാസത്തിനുള്ളിൽ പുതിയ ടെൻഡർ നടപടികൾ തുടങ്ങാനും നിർദ്ദേശിച്ചു. ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഡൽഹി ഹൈക്കോടതി വിധി ലക്ഷക്കണക്കിന് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. UAE-യിൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റും മാത്രമാണ് നിലവിൽ സേവനങ്ങൾ നൽകുന്നത്. കോൺസുലേറ്റിൽ 3 ദിവസം സേവനങ്ങൾ ഉണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് സുപ്രീം കോടതിയിൽ വിഷയം അടിയന്തരമായി പരാമർശിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ തീരുമാനിച്ചു. അനുകൂല വിധിയുണ്ടായാൽ തൊട്ടടുത്ത ദിവസം തന്നെ സേവനം തുടങ്ങാവുന്ന വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും UAE-യിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.